والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصلاة الترغيب في انتظار الصلاة بعد الصلاة. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഫضലുകൾ അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم ألا أدلكم على ما يكفر الله به الخطايا ويزيد به في الحسنات. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുന്നതും അതുപോലെ തന്നെ നന്മകളിൽ വർദ്ധിക്കുന്നതുമായ കാര്യം അറിയിച്ചു തരട്ടെയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. സ്വഹാബികൾ പറഞ്ഞു, അതെ റസൂലേ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ ഔ തുഹൂരി ഫിൽ മകാരിഹ്. ബുദ്ധിമുട്ടുള്ള സമയത്തും ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണമായി വുദു എടുക്കുക. വകസറത്തുൽ ഖുതാ ഇലാ ഹാദൽ മസ്ജിദ്. മസ്ജിദിലേക്ക് ധാരാളം കാലടികൾ വെച്ച് വരിക. വസ്സലാത്തു ബഅദസ്സലാ. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം അത് പ്രതീക്ഷിച്ചിരിക്കുക. വമാ മിൻ അഹദിൻ യഖ്റുജു മിൻ ബൈതിഹി മുതതഹിറൻ ഹത്താ യഅതിയൽ മസ്ജിദ. ഒരാളുമില്ല അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് പുറപ്പെടുകയും മസ്ജിദിലെത്തുകയും ഫയുസല്ലി ഫീഹി മഅൽ മുസ്ലിമീൻ ഔ മഅൽ ഇമാം. അങ്ങനെ മുസ്ലിമീങ്ങളോടൊപ്പം ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യുകയാണ്. ثم ينتظر الصلاة التي بعدها. എന്നിട്ട് അതിനുശേഷമുള്ള അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇല്ലാ ഖാലത്തുൽ മലായിക. അങ്ങനെയുള്ള ഒരുവന് വേണ്ടി മലക്കുകൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു. അല്ലാഹു അവന് നീ പുറത്തു കൊടുക്കണമേ, അവന് കാരുണ്യം ചൊരിയണമേ എന്നുള്ളത്. നേരത്തെ മുമ്പ് വായിച്ചിട്ടുള്ള ഹദീസുകളുടെ അതേ ആശയം തന്നെ. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കാര്യമാണ് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നത്. وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم أنه قال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثلاث كفارات وثلاث درجات وثلاث منجيات وثلاث مهلكات. മൂന്ന് കാര്യങ്ങൾ പ്രായശ്ചിത്തമാണ്, മൂന്ന് കാര്യങ്ങൾ ദറജകൾ ഉയർത്തുന്നതാണ്, മൂന്ന് കാര്യങ്ങൾ രക്ഷയായിട്ടുള്ളതാണ്, മൂന്ന് കാര്യങ്ങൾ നാശമുണ്ടാക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഓരോന്നിലും പറഞ്ഞു. ഫഅമ്മൽ കഫാറാത്തു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന മൂന്ന് കാര്യങ്ങൾ. ഫഇസ്ബാഗുൽ വുദൂഇ ഫിസ്സബറാത്ത്. ബുദ്ധിമുട്ടുള്ള സമയത്തും അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെ വുദു പൂർണ്ണമായി എടുക്കുക. വൻതിളാറു സ്വലാത്തി ബഅദസ്സലാ. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. വനഖലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്. ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് നടന്നുകൊണ്ട് എത്തുക എന്നുള്ളത്. അതാണ് മൂന്ന് കാര്യങ്ങൾ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ളത് പറഞ്ഞത്. അമ്മദ് ദറജാത്ത്. ദറജകൾ ഉയർത്തുന്ന കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ ഉയർത്തുന്ന കാര്യം മൂന്നെണ്ണം എന്ന് പറഞ്ഞത്. ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, സാധുക്കളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. ഇഫ്ശാഉസ്സലാം. സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി നിന്ന് നിസ്കരിക്കുക. ഇത് ഒരാളുടെ ദറജകൾ ഉയർത്തുന്നതാണ്. വഅമ്മൽ മുൻജിയാത്ത്. ഒരാൾക്ക് രക്ഷയാകുന്ന കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഫൽ അദ്ലു ഫിൽ ഗളബി വറിള. കോപമുള്ള സമയത്തും അവൻ തൃപ്തിയായിട്ടുള്ള നല്ല സമയത്തും അവൻ നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അവന് ദേഷ്യമുള്ള സമയത്താണെങ്കിലും നല്ല സമയത്താണെങ്കിലും അവന്റെ തീരുമാനങ്ങളും അവന്റെ പ്രവൃത്തികളും ഒക്കെ നീതിപൂർവമായിരിക്കുക. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന. ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ സമ്പന്നതയിലും മിതത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അവൻ ദരിദ്രനായ അവസ്ഥയിലാണെങ്കിലും സമ്പത്തുള്ള അവസ്ഥയിലാണെങ്കിലും മിതത്വത്തോടു കൂടി ചെലവഴിക്കുക എന്നുള്ളത്. വഖശിയത്തുല്ലാഹ് ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാവുക എന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് രക്ഷയേകുന്ന കാര്യങ്ങളാണ്. അടുത്തത് പറഞ്ഞു അമ്മൽ മുഹ്ലിക്കാത്ത്. ഒരാൾക്ക് നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് മൂന്നെണ്ണം പറഞ്ഞത്. ഫശഹ്ഹുൻ മുതാഉൻ. അനുസരിക്കപ്പെടുന്ന പിശുക്ക്. ഒരാൾക്ക്, പല ആളുകൾക്കും പിശുക്കുണ്ടാവും, പക്ഷേ അതിനെതിരായി കൊണ്ട് ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച ഒരാളായി മാറുന്നത്. എന്നാൽ ആ പിശുക്കിനെ അനുസരിക്കപ്പെടുന്ന രീതിയിൽ, പിശുക്കിന്റെ അനുസരിച്ച് ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളത്.
വഹവൻ മുത്തബഉൻ, ദേഹേച്ഛ, പിൻപറ്റപ്പെടുന്ന ഇച്ഛ, ഹവകൾ. അഥവാ ഹവ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ അത് പിൻപറ്റപ്പെടുമ്പോഴാണ് അതിന് അപകടം ഉണ്ടാവുക. അപ്പോൾ പിൻപറ്റപ്പെടുന്ന ഹവ. ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് അവന്റെ സ്വന്തത്തിൽ ഉജുബുണ്ടാവുക എന്നുള്ളത്. അവൻ നല്ല കുഴപ്പമില്ല, നല്ല അവസ്ഥയിലാണ്, നല്ല ഉഷാറാണ് എന്നതിന് സ്വന്തത്തിൽ ഉജുബുണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളെ നശിപ്പിക്കുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടത് കഫാറാത്തിന്റെ വിഷയത്തിൽ വൻതവാറുസ്വലാത്തി ബഅദുസ്സലാ എന്ന് പറഞ്ഞതാണ്. നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ അമലി ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ഹദീസ് വഅൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അൽ ഖാഇദു അല الصലാത്തി കൽ ഖാനിത് വയുക്തബു മിനൽ മുസല്ലീൻ മിൻ ഹീൻ യഖ്റുജു മിൻ ബൈതിഹി ഹത്താ യർജിഅ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഖാഇദു അല الصലാത്തി കൽ ഖാനിത്, നിസ്കാരത്തെ കാത്തിരിക്കുന്ന ഒരുവൻ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ തന്നെയാണ്. അവന്റെ മേലെ അവൻ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവന്റെ ആ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അവൻ വീട്ടിൽ നിന്ന് നിസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെടുന്നത് മുതൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നിസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെടുന്നത് എന്നിട്ട് അവിടേക്ക് മടങ്ങുന്നത് വരെ അവൻ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന നിലക്ക് രേഖപ്പെടുത്തും എന്നുള്ളത്. അപ്പോ നിസ്കാരത്തിന് വെറും നിസ്കരിക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി വീട്ടിൽ നിന്ന് വുളു എടുത്ത് പുറപ്പെട്ട്, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്ത് നിന്ന് വുളു എടുത്ത് പുറപ്പെട്ട് ആ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ തന്നെ രേഖപ്പെടുത്തുന്നത് നിസ്കാരക്കാരുടെ കൂട്ടത്തിലാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നത് നിസ്കരിക്കുന്നവനെ പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ വൽ ഖാഇദു യർഅസ് സ്വലാത കൽ ഖാനിത്, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ, ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ, അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. وعن امرأة من المبايعات رضي الله عنها أنها قالت, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞു, ജാഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അസ്ഹാബുഹു മിൻ ബനി സലിമ. ഒരിക്കൽ ഞങ്ങളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബനൂ സലിമയിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ഫഖറബ്നാ ഇലൈഹി തുആമൻ, അപ്പൊ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഫഅക്കല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. ثم قربنا ഇലൈഹി വദൂഅൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദു എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഫതവദ്ദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തു. ثم أقبل على أصحابه, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ള ആളുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഖാല അലാ ഉഖ്ബിറുക്കും ബിമുകഫിറാത്തിൽ ഖതായ, ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെയോ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യം. ഖാലു ബല, സ്വഹാബികൾ പറഞ്ഞു അതെ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ അൽ മക്കാരിഹ്, ബുദ്ധിമുട്ടുള്ള സമയത്തും പൂർണ്ണമായി വുദു എടുക്കലാണ്. വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, മസ്ജിദിലേക്ക് ധാരാളം കാലടി വെച്ച് വരലാണ്. വൻതിളാറുസ്സലാ ബഅദസ്സലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്ലിലെ ഹദീസുകൾ അവസാനിക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, നിസ്കരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കഴിയുമ്പോൾ, പ്രത്യേകിച്ചും കഴിയുന്ന സമയങ്ങളിലെല്ലാം അതിന് പരിശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.